തെലങ്കാന രംഗറെഡ്ഡിയിലെ ശാസ്ത്ര ഗ്ലോബൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. 10ാം ക്ലാസ്സുകാരൻ നീരജാണ് മരിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. നീരജിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തി. ഗുജറാത്തിലെ സൂറത്തിൽ മാൻഹോളിൽ വീണ 2 വയസ്സുകാരനെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു. ജില്ലയിലെ വരിയം ഗ്രാമത്തിലാണ് സംഭവം. രക്ഷാപ്രവർത്തനത്തിനായി അഗ്നിരക്ഷാസേന 70ഓളം പേരെ വിന്യസിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ സർക്കാർ സ്കൂളിൽ 13 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായതായി പരാതി. കേസിൽ 3 അധ്യാപകർ പിടിയിൽ. 15 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ഇവരെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സസ്പെൻഡ് ചെയ്തു. 1 മാസത്തോളം സ്കൂളിൽ ഹാജരാകാതിരുന്ന വിദ്യാർത്ഥിയെ തേടി പ്രിൻസിപ്പൽ വീട്ടിലെത്തിയപ്പോഴാണ് പീഡന വിവരം അറിഞ്ഞത്. മധുരയിൽ ഗ്രിൽഡ് ചിക്കൻ കഴിച്ച 9 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഷോളവന്തനിലെ ചിന്നക്കട സ്ട്രീറ്റിലുള്ള ഒരു റെസ്റ്റോറന്റിൽ നിന്ന് ഗ്രിൽഡ് ചിക്കൻ കഴിച്ചവർക്കാണ് അസ്വസ്ഥതകൾ നേരിട്ടത്. ഭക്ഷ്യവിഷബാധയേറ്റ 4 പേർ ഷോളവന്തൻ സർക്കാർ ആശുപത്രിയിലും 5 പേർ മധുരയിലെ ഗവൺമെന്റ് രാജാജി ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുകയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പും പോലീസും ശുചിത്വ ലംഘനങ്ങൾക്ക് റെസ്റ്റോറന്റിന് പിഴ ചുമത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1ാം വർഷ MBBS വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സീനിയർ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. 11 2ാം വർഷ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. 1ാം വർഷ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിന്മേലാണ് നടപടി. കോളേജ് ഹോസ്റ്റലിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥികൾ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചെന്നായിരുന്നു ജൂനിയർ വിദ്യാർത്ഥികളുടെ പരാതി. പരാതിയിൽ അന്വേഷണം നടത്തിയ 5 അംഗ സമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്കെതിരെ പ്രിൻസിപ്പൽ നടപടി സ്വീകരിച്ചത്.